നമസ്കാരം, ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് ചിക്കൻ കറിയുടെ ടേസ്റ്റ് കടലക്കറി ഉണ്ടാക്കാം. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1/4 കിലോ കടല തലേദിവസമേ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി തേച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം. 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയുമാണ്. പിന്നെ ഒരു 12 ചെറിയ ഉള്ളിയും ഒരു സവോളയും ഈ കുക്കറിലേക്ക് ഇടാം. സവോള അല്പം വലുതായിട്ടാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്, അത് വെന്തോളും കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് അടുപ്പേ വെച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 5-6 വിസിലും മതിയാകും. ഇനിയിപ്പോൾ തുറന്ന് നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് വെച്ചാൽ മതിയാകും കേട്ടോ. ചില കടലേക്ക് വേകാൻ താമസമുണ്ട്. ഇതിപ്പോൾ ഞാൻ വാങ്ങി വെച്ചിരുന്നതാണ്. ഇതിപ്പോൾ കടലയൊക്കെ വെന്തിട്ടുണ്ട്. സവോളയെല്ലാം നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നൊരു തവി കടല മാറ്റി വെക്കാം. 2-3 ടേബിൾ സ്പൂൺ കടല ഉണ്ടാകും ഇത്. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ കടുകിടാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തിടാം. തേങ്ങാക്കൊത്തിൻ്റെ കളറ് മാറി തുടങ്ങുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഉണക്കമുളക് ഇടാം. 4 ഉണക്കമുളകുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കാം. ഇതിൻ്റെ എല്ലാ അളവുകളും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി 1/2 ഇഞ്ച് വലിപ്പം, ഈ വെളുത്തുള്ളി 6 അല്ലി, പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇടാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇച്ചിരി എണ്ണയുടെ കുറവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇപ്പം 4 ടേബിൾ സ്പൂൺ എണ്ണയായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സവോളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്, മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചുവന്ന കളറായി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് കടല ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഈ കടലയുടെ ഒപ്പം സവോള ഇട്ട് വേവിച്ച് എന്നാത്തിനാന്ന് വെച്ചാൽ നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം തന്നെ നല്ല കൊഴുപ്പുണ്ട് എങ്കിലും നമ്മൾ മാറ്റി വെച്ചിരുന്ന കടലയില്ലേ, ആ കടലയും കൂടി നമുക്കൊന്ന് മിക്സിയിൽ അരച്ച് ഇതിനകത്തേക്ക് ചേർക്കാം. ഇതിനൊപ്പം അല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ഇപ്പം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ആ ഉപ്പും കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ മൊത്തം ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ ഉപ്പായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മസാലപ്പൊടി ചേർക്കാം. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച മസാലപ്പൊടിയാണ്. ഞാൻ ഇതിൻ്റെ അളവുകൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാവേ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മസാലപ്പൊടിയാണെങ്കിൽ കുറേശ്ശെ ഇട്ടിട്ട് നോക്കണം കേട്ടോ. കൂടുതൽ ഒറ്റയടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മസാലക്കുത്തുണ്ടാവുമേ. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം ഒരു 5 ഗ്ലാസ് വെള്ളമായേ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ഈ സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇവിടെ ചേർത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പാത്രം അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് കറി ഉപയോഗിക്കാം. ഇപ്പം പെരിഞ്ജീരകം ഇങ്ങനെ ഇടുമ്പോൾ നല്ല ഒരു ഇറച്ചിക്കറിയുടെ മണവും വരും, അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവുമേ. ഇതിലേക്ക് ഇപ്പം നല്ല മണമൊക്കെ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിലേക്ക് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ. അപ്പം നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ഉണ്ടാവുമേ. എന്നിട്ട് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇതിലേക്ക് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു കറി വെക്കാൻ. അപ്പം നമ്മൾ കറി ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇച്ചിരി കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ 2-3 പാത്രത്തിലാക്കി വെച്ച് നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേന് അതിൻ്റെ കട്ടയൊക്കെ ഉരുകിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്നുകൂടെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.